ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു KT അപ്ഡേറ്റ്സ്. എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ എക്സ്റ്റൻഷൻ റിലേറ്റഡ് നോട്ടീസ് വന്നേക്കുന്നത്. സോ അതിലേക്ക് കടക്കാം. ഇവിടെ യൂണിവേഴ്സിറ്റി പറഞ്ഞേക്കുന്നത് കോഴ്സ് ഡ്യൂറേഷൻ കഴിഞ്ഞ BTech, BArc, BHMCT പ്രോഗ്രാമുകളുടെ സ്റ്റുഡൻസിന് ഡിസംബറിൽ മെർസി ചാൻസ് കൊടുക്കുമെന്നാണ്. ഇവിടെ ആദ്യത്തെ 2 പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BTechലെ 2015 സ്കീമിൽ ഉൾപ്പെടുന്ന 15, 16, 17, 18 ബാച്ച് സ്റ്റുഡൻസിന് ഡിസംബർ ആകുമ്പോൾ ഒരു സ്പെഷ്യൽ എക്സാം കണ്ടക്ട് ചെയ്യുമെന്നാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചേക്കുന്നത്. ഇതിൽ സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്ന് 2000 രൂപയായിരിക്കും ഇവർ ഫീസ് മേടിക്കുന്നത്. ഈ ഫീസിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും അതിന് ആക്സസ് കിട്ടാനും എക്സാം രജിസ്റ്റർ ചെയ്യാനും ഒക്കെ ഉള്ള എന്ന രീതിയിലാണ് ഇവർ ആ പൈസ മേടിക്കുന്നത്. ഇതിന് പുറമേ ഉള്ള 1000 രൂപ കൊടുക്കണം എന്ന് തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഇവർ ഓൾറെഡി 2000 മേടിക്കുന്നുണ്ടല്ലോ. സോ 1000 മേടിക്കുന്ന കേസ് എന്തായാലും ഉണ്ടാകില്ല എന്നാണ് ഒരു വിശ്വാസം. 2000 കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം റെഡി ആകുമെന്നാണ് തോന്നുന്നത്. നേരത്തെ എക്സ്റ്റൻഷൻ എന്ന രീതിയിലൊക്കെ കൊടുക്കുമ്പോൾ ഇവർ 1000 രൂപ മേടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇവർ 1000 രൂപയുടെ കാര്യം ഒന്നും പറയുന്നില്ല. അതുകൊണ്ടായിരിക്കണം 2000 കൊണ്ട് അവർ നിർത്തിയേക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനിയും ക്ലാരിറ്റി കിട്ടാനുണ്ട്. വെദർ 1000 റുപ്പീസിന് ഇതിന് എക്സ്ട്രാ ആയിട്ട് പേ ചെയ്യണോ വേണ്ടിയോ എന്ന്. തേർഡ് പോയിൻ്റാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും. ഇവിടെ ഇവർ പറയുന്നത് കോഴ്സ് ഡ്യൂറേഷൻ കഴിഞ്ഞ എല്ലാ പ്രോഗ്രാമുകൾക്കും 1000 രൂപ ഫീസ് ഈടാക്കുന്നതാണ് ഓരോ എക്സാം സീസണും. അങ്ങനെ നോക്കുമ്പോൾ പോർട്ടൽ സർവീസസിന് യൂസ് ചെയ്യാൻ കഴിയും. ഇവിടെ പറയുന്ന ഈ 1000 റുപ്പീസ് എന്ന് പറയുന്നത് ഓരോ എക്സാമിന് കൊടുക്കുന്ന ഫീസല്ല, പക്ഷേ ഒരു എക്സാം സീസണിന് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ ഡിസംബർ 2024 എല്ലാ എക്സാമിനും കൂടിയുള്ളൊരു ഫീസാണ് 1000 രൂപ എന്ന് ഇവർ പറയുന്നത്. ബാക്കി നടക്കുന്ന സപ്ലി എക്സാമിന് എക്സ്ട്രാ ആയിട്ട് നമ്മൾ 210 രൂപ രജിസ്റ്റർ ചെയ്ത് വേണം സപ്ലി എക്സാം എഴുതാൻ. ഇവിടെ കൺഫ്യൂസ് ആവുന്ന പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ തേർഡ് പോയിന്റിൽ ഫോർ ഓൾ പ്രോഗ്രാംസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. വേറെ ഒരു ഫോർവേഡ് ആവുന്ന മെസ്സേജ് പ്രകാരം BTech അല്ലാണ്ട് BArcൻ്റെ 2016 സ്കീം, BHMCTയുടെ 2018 സ്കീം ഒഫീഷ്യലി കൺക്ലൂഡ് ആയിട്ടില്ലെങ്കിലും അവരെ പരിഗണിക്കുന്നത് കോഴ്സ് ഡ്യൂറേഷൻ എക്സ്പയർ ആയ കൂട്ടത്തിലാണ്. BArcലെ 16, 17 ബാച്ച്, അതേപോലെ BHMCTയിലെ 2018 ഇതിൽ ഉൾപ്പെടും. ഫോർ ഓൾ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞുകൊണ്ട് BTech 2015 സ്കീം അതിൽ ഉണ്ടോ ഇല്ലയോ എന്നൊരു ക്ലാരിറ്റി ഇപ്പോഴും വരാനുണ്ട്. 15 സ്കീമിനെ ഉദ്ദേശിച്ചാണ് ആദ്യത്തെ 2 പോയിന്റ് പറഞ്ഞേക്കുന്നത്. തേർഡ് പോയിന്റിനെ കുറിച്ച് ഇനിയും ക്ലാരിറ്റി അറിയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫോർ ഓൾ പ്രോഗ്രാംസ് പറഞ്ഞിട്ടുണ്ട്. ഫോർ ഓൾ പ്രോഗ്രാംസ് എക്സെപ്റ്റ് BTech 2015 സ്കീം ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും നോക്കാമായിരുന്നു. ഈ ഒരു ഡൗട്ടാണ് പൊതുവെ എല്ലാവർക്കും ഉള്ളത്. സോ വരുന്ന ദിവസങ്ങളിൽ യൂണിവേഴ്സിറ്റി ഇതിനെ അപ്ഡേറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. എല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക, നമുക്കധികം സമയമില്ല. ഫോർ മോർ ഇൻഫർമേഷൻ സബ്സ്ക്രൈബ് ടു KT അപ്ഡേറ്റ്സ്. KT ഇപ്പോൾ നിലവിൽ ഇതിനെപ്പറ്റിയുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BTech, BArc, BHMCTയുടെ കോഴ്സ് ഡ്യൂറേഷൻ എക്സ്റ്റൻഷനെ കുറിച്ച് യൂണിവേഴ്സിറ്റി ഒന്നും പറയുന്നില്ല നിലവിൽ. രണ്ടാമത്തെ പോയിന്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോഴ്സ് ഡ്യൂറേഷൻ കഴിഞ്ഞ സ്റ്റുഡൻസിനൊക്കെ മേഴ്സി ചാൻസ് കൊടുക്കുന്നതാണ് ഒരു സ്പെഷ്യൽ എക്സാമിനേഷന് വേണ്ടി. അതാണ് നിലവിൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ അറിയിച്ചേക്കുന്നത്. ഈ പറയുന്ന സ്പെഷ്യൽ എക്സാമിനേഷൻ ഡിസംബർ 2024 2015 സ്കീമിനുള്ള സ്റ്റുഡൻസിനാണ് ഏർപ്പെടുത്തി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും ഫീസ് അപ്ലൈ ചെയ്യുന്നതും കൂടുതൽ ക്ലാരിഫിക്കേഷനും യൂണിവേഴ്സിറ്റി ഇറക്കുമെന്നാണ് അറിയിച്ചേക്കുന്നത്.